أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സ്തുതിയും സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അൽ ഹംദിലെ ഹംദ് എന്ന വാക്ക് അതിൻ്റെ അർത്ഥം സ്തുതി എന്നതാണ്. അറബിയിൽ സ്തുതിക്കുന്നതിന് പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. മദ്ഹ്, ഹംദ്, ശുക്ർ, സനാ, ഈ വാക്കുകളൊക്കെ അറബിയിൽ സ്തുതി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നാൽ അള്ളാഹു ഇവിടെ ഹംദ് എന്ന വാക്കാണ് എടുത്തിട്ടുള്ളത്. സ്തുതിക്കുന്നതിന് വേണ്ടി പറയുന്ന വാക്കുകൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ശുക്ർ എന്ന വാക്കിൻ്റെ അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ, അതിൽ ഔദാര്യത്തെ അംഗീകരിക്കുകയും അതിന് പ്രകടമായി വിലമതിക്കുകയും ചെയ്യുക എന്നതിന് വേണ്ടിയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതാണ്. എന്നാൽ ഹംദ് അതിനേക്കാളും പൂർണ്ണമായിട്ടുള്ളൊരു വാക്കാണ്. അതായത് അതിൽ വെറും ഔദാര്യത്തെ അംഗീകരിക്കുക എന്ന അർത്ഥമല്ല, മറിച്ച് എല്ലാ സുന്ദര വസ്തുക്കളുടെയും സൗന്ദര്യം ബോധ്യപ്പെടുകയും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയും വിലമതിക്കുകയും ചെയ്യുക എന്ന അർത്ഥം അതിനുണ്ട്. അപ്പോൾ അതിനാൽ ഈ ഒരു വാക്കിന്, അതായത് ഹംദ് എന്ന വാക്കിന് ശുക്ർ എന്ന വാക്കിനേക്കാളും വിശാലമായിട്ടുള്ള ഒരു അർത്ഥമാണുള്ളത്. മറ്റൊരു വാക്ക് സനാ എന്നതാണ്. അതായത് ഈ സനാ എന്ന വാക്കിന് യഥാർത്ഥത്തിൽ അർത്ഥം ആവർത്തിക്കുക എന്നതാണ്. അപ്പോൾ പ്രശംസിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വേണ്ടി ഈ സനാ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം, ഒരാളുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള നല്ല സ്മരണ അത് ജനങ്ങളിൽ കൂടുതലായിട്ട് വ്യാപിക്കുന്നത് കൊണ്ടും അത് പല സന്ദർഭങ്ങളിലായിട്ട് ജനങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ നല്ല സ്മരണകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ്, അത് ആവർത്തനം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ആ ഒരു പ്രശംസക്ക് സനാ എന്ന ഒരു പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ അധികമായിട്ട് ഈ സനാ എന്ന വാക്ക് ജനങ്ങൾക്കിടയിലുള്ള സൽസ്മരണക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത്. അതിൽ അള്ളാഹുവും അവൻ്റെ ദാസനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അത് കൂടുതലായിട്ട് സൂചന നൽകുന്നില്ല എന്നതാണ് സനായിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മദ്ഹ് എന്ന വാക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ വ്യാജമായിട്ടുള്ള പ്രശംസയും സത്യസന്ധമായ പ്രശംസയ്ക്ക് വേണ്ടിയും അത് ഉപയോഗിക്കുന്നു. എന്നാൽ ഹംദ് എന്ന വാക്ക് അത് സത്യസന്ധമായ പ്രശംസയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഹദീസിൽ നമുക്ക് കാണാം, ഉഹ്സൂഫി വുജൂഹിൽ മദ്ദാഹിന തുറാബ്, അതായത് വ്യാജ പ്രശംസ ചെയ്യുന്നവരുടെ വായിൽ മണ്ണെടുത്തിടുക. അപ്പോൾ അതേപോലെ മദ്ഹ് എന്നത് ഒരാളുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ലാത്ത കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നതാണെങ്കിൽ, ഹംദ് എന്നത് നിയന്ത്രണത്തിലും അതേപോലെ തന്നെ ഉദ്ദേശത്തോടും ചെയ്യുന്ന കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മദ്ഹ് എന്ന ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുവാൻ, അതായത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ വാക്ക് എന്ന് പറയുന്നത് അത് ഹംദ് എന്നതാണ്. ഇനി സനായിനെ സംബന്ധിച്ച് ഹുസൂർ ഒന്നുകൂടി ഒരു കാര്യം കൂടി പറയുന്നത്, അത് ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുന്ന തരത്തിലുള്ള സ്തുതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇങ്ങനെയും പറയാവുന്നതാണ്, അതായത് ഹംദ് എന്ന വാക്കിൽ ഈ ഒരു നല്ല കാര്യം ഉൾപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയാവുന്നതാണ്. അപ്പോൾ അതിനുള്ള മറുപടി ഹുസൂർ പറഞ്ഞത്, ഈ ഹംദ് എന്ന വാക്കിൻ്റെ കൂടെ അലിഫ്ലാം അൽ ഇസ്തിഗ്റാഖിയ, അതായത് അറബി ഗ്രാമർ പ്രകാരം അലിഫ്ലാം എന്നത് ഒരു വാക്കിൻ്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ ഈ ഇസ്തിഗ്റാഖ് എന്ന ആ ഒരു റൂൾ പ്രകാരം, നിയമപ്രകാരം അതിലെല്ലാ വ്യക്തികളെയും അതിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥം എല്ലാ തരത്തിലുള്ള സ്തുതിയും എല്ലാ വ്യക്തികളുടെയും സ്തുതി അള്ളാഹുവിനുള്ളതാകുന്നു എന്ന അർത്ഥം അതിന് ലഭിക്കുന്നു. അപ്പോൾ അതിലെ എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തുന്ന ആ ഒരു അർത്ഥം, അതിന് വിശാലമായിട്ടുള്ള ഒരർത്ഥം അങ്ങനെയും ഈ ഒരു വാക്കിന് ലഭിക്കുന്നു. ഇനി മറ്റൊന്ന് റബ്ബ് എന്ന വാക്കിനെ സംബന്ധിച്ച് ഹുസൂർ പറയുന്നു. റബ്ബ് എന്നതിൻ്റെ അർത്ഥം മുഫ്രദാത്തിൽ നമുക്കിങ്ങനെ കാണാം, ഇൻഷാ ഉശ്ശൈഇ ഹാലൻ ഫഹാലൻ ഇലാ ഹദ്ദി തമാം, അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ സൃഷ്ടിക്കുകയും ഘട്ടം ഘട്ടമായി പരിപൂർണതയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് റബ്ബ് എന്ന വാക്കിന് നൽകിയിട്ടുള്ള അർത്ഥം.
സാധാരണയായിട്ട് തർബിയത്ത് ചെയ്യുന്നതിനും പരിപാലനം ചെയ്യുന്നതിനുമൊക്കെ ഈ വാക്ക് പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് മനുഷ്യർക്ക് വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ ഒരു അർത്ഥം നൽകാറുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം, റബ്ബിർ ഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതായത് അള്ളാഹുവെ, അവർ രണ്ടുപേരും എന്നെ ചെറുപ്രായത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീയും അവർക്ക് കരുണ ചെയ്യണമേ. ഇതിൽ റബ്ബയാനി എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ റബ്ബ് എന്ന വാക്കിന് മാലിക് അഥവാ യജമാനൻ എന്നും അർത്ഥം നൽകിയതായിട്ട് കാണാം. വിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് കാണാം, ഉദ്കുർനി ഇന്ദ റബ്ബിക്. അപ്പം ഇവിടെ ഈ റബ്ബിക് എന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യജമാനൻ എന്ന അർത്ഥത്തിൽ, മാലിക് എന്ന അർത്ഥത്തിലാണ്. അതേപോലെ മുസ്ലിഹ്, ഇസ്ലാഹ് ചെയ്യുന്ന ആൾക്കും റബ്ബ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ അർത്ഥങ്ങളിൽ അള്ളാഹുവിന് പുറമെ ഉള്ളവർക്ക് വേണ്ടി റബ്ബ് എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിലും അത് ഇലാഫത്ത് ചെയ്തുകൊണ്ട്, അതായത് ഒന്ന് മറ്റൊന്നിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ടായിരിക്കണം അങ്ങനെ അള്ളാഹുവിന് പുറമെ ഉള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ റബ്ബ് ഇങ്ങനെ ചെയ്തു, റബ്ബ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇലാഫത്ത് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് റബ്ബുദ്ദാർ, വീടിൻ്റെ യജമാനൻ, റബ്ബുൽ ഫർസ്, കുതിരയുടെ യജമാനൻ, ഇങ്ങനെ ചേർത്തുകൊണ്ട്, വീടിനോട് ചേർത്തുകൊണ്ട് ആ റബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചു, കുതിരയോട് ചേർത്തുകൊണ്ട് റബ്ബ് എന്ന വാക്ക് പ്രയോഗിച്ചു. അപ്പം ഇവിടെ അങ്ങനെ ചേർത്ത് പറയുമ്പോൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിന് പുറമേ ഉള്ളവർക്ക് വേണ്ടി ഈ പദം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആലമീൻ എന്നതിനെ സംബന്ധിച്ച് ഹുസൂർ പറയുന്നു, ആലം എന്ന വാക്കിൻ്റെ ബഹുവചനം അത് ആലമീൻ എന്ന രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. അത് പറയുന്നത് അഖല് ഉള്ള ആളുകൾക്ക് വേണ്ടി, അതായത് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ആലമീൻ എന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ഡിക്ഷണറി അനുസരിച്ചും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ വാക്യങ്ങൾ അനുസരിച്ചാൽ നമുക്കത് തെറ്റായിട്ടുള്ള ഒരു വിശദീകരണമാണ് എന്ന് മനസ്സിലാവുന്നതാണ്. ഉദാഹരണത്തിന് സൂറത്തു ശുഅറയിൽ 2-ാമത്തെ റുക്കൂയിൽ ആലമീൻ എന്നതിൽ മനുഷ്യർക്ക് പുറമെ ആകാശഭൂമിയും അവക്കിടയിലുള്ള എല്ലാ വസ്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആലമീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മറ്റ് വചനങ്ങളിലും നമുക്ക് ഈ രീതിയിൽ ഉപയോഗിച്ചതായിട്ട് കാണാവുന്നതാണ്. അതായത് പൊതുവായിട്ട് ആലമീൻ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മുഴുലോകത്തുള്ള എല്ലാ വസ്തുക്കളും, അതിപ്പോൾ യുക്തി ഉപയോഗിക്കുന്ന മനുഷ്യരായാലും ശരി, ജീവനില്ലാത്ത വസ്തുക്കളായാലും ശരി, അവക്ക് വേണ്ടിയും ആലമീൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. ആലമീൻ എന്നതിൽ മനുഷ്യരെ പോലെയുള്ള യുക്തി ഉപയോഗിക്കുന്നവരെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് എന്നതിന് തെളിവായിട്ട് സമർപ്പിക്കുന്നത് വമാഹുവ ഇല്ലാ ദിക്റുല്ലിൽ ആലമീൻ, അതായത് ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന ആയത്താണ് സമർപ്പിക്കാറുള്ളത്. അതായത് ഈ ദിക്റുല്ലിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഈ ആലമീൻ എന്നതിൽ അത് മനുഷ്യർ മാത്രമായിട്ടുള്ള ഈ യുക്തി ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നാണ് അതിനർത്ഥം നൽകുന്നത്. എന്നാൽ ഈ ആയത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്, പൊതുവായിട്ട് മനുഷ്യരല്ലാത്ത മറ്റ് വസ്തുക്കളെയും ഉൾപ്പെടുത്തി ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കിന് ചില പ്രത്യേകമായിട്ടുള്ള ഒരു അർത്ഥത്തിലും ഉപയോഗിച്ചു എന്ന് മാത്രമേ നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ മറ്റു രീതിയിലും പ്രത്യേകപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ബനി ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, സൂറത്ത് ബനി ഇസ്രായേലിൽ യാ ബനി ഇസ്രായേൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫളൽതുകും അലൽ ആലമീൻ. അതായത് നാം നിങ്ങളെ, യഹൂദികളെ, ബനി ഇസ്രായേൽ സമൂഹത്തിനെ ആലമീനിൽ നിങ്ങൾക്ക് സമസ്ത ലോകർക്ക് മേൽ ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് കാണാം. ഇവിടെ ആലമീൻ എന്ന് അഥവാ സമസ്ത ലോകർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാലത്തുണ്ടായിരുന്ന ജനങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ പൊതുവായിട്ടൊരു അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വാക്ക് ഏതെങ്കിലും ചില പ്രത്യേക അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം അതിനെ പരിമിതപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആലമീൻ എന്നതിൽ എല്ലാ സൃഷ്ടികളും, അത് ജീവനുള്ളവയായാലും ജീവനില്ലാത്തവയായാലും ഉൾപ്പെടുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഈ ആയത്തിന് ഹുസൂർ നൽകിയ ചില അർത്ഥങ്ങളും അതേപോലെ തന്നെ വിവരണങ്ങളുമാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനും എല്ലാ മേന്മകളുടെയും കേദാരമാകുന്നു എന്നതാണ് ഹംദ് എന്ന വാക്കിനെ സംബന്ധിച്ച് വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തേത്, അവൻ എല്ലാ സൃഷ്ടികളുടെയും യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവുള്ളവനാകുന്നു.
അവനെ കൂടാതെ മറ്റാർക്കും ഏതെങ്കിലും വസ്തുവിനെക്കുറിച്ചുള്ള പരിപൂർണമായ ഗ്രാഹ്യമില്ല. വിവിധ വസ്തുക്കളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും നിസ്സാരമായിട്ടുള്ള വസ്തുവിനെക്കുറിച്ച് പോലും ഇന്ന് മനുഷ്യർക്ക് പൂർണ്ണമായിട്ടുള്ള അറിവ് ലഭ്യമായിട്ടില്ല. എല്ലാ വസ്തുക്കളെയും പറ്റി ഇപ്പോഴും പുതിയ പുതിയ കണ്ടെത്തലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഹുസൂർ പറയുന്നു, അള്ളാഹു പരിപൂർണ ഹംദിന് സ്തുതിക്ക് അർഹനാകുന്നത് അവൻ റബ്ബുൽ ആലമീൻ ആകുമ്പോഴാണ്. അതായത് അവൻ്റെ ഭൗതികമായിട്ടുള്ള സംവിധാനം എല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് പോലെ അവൻ്റെ ആത്മീയ സംവിധാനവും എല്ലാവർക്കും വേണ്ടി നിലകൊള്ളേണ്ടതാണ്. അവൻ്റെ ഇൽഹാം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അതായത് അള്ളാഹുവിൻ്റെ ഇൽഹാം തങ്ങളുടെ മതങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടി കൂടിയാണ് എന്നതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഉള്ളിൽ എന്തെല്ലാം കഴിവുകളുണ്ട് അതെല്ലാം അള്ളാഹു നൽകിയതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെ നന്മ ചെയ്താലും ആ സ്തുതിക്കെല്ലാം തന്നെ യഥാർത്ഥ അർഹനാകുന്നത് അള്ളാഹുവാണ്. അഞ്ചാമതായിട്ട് ഹുസൂർ പറയുന്നത്, ഹംദ് എന്നതിനെ മുഴുലോക പരിപാലനവുമായി ചേർത്തുകൊണ്ട് പറഞ്ഞതിൽ നിന്ന് നമുക്ക് നൽകുന്നൊരു പാഠം എന്ന് പറയുന്നത്, മനുഷ്യന് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം ലഭിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റബ്ബുൽ ആലമീൻ എന്ന സിഫത്ത് പ്രകടമാകുമ്പോഴാണ്. അതായത് ആരാണോ വ്യക്തിപരമായ പ്രയോജനത്തിൽ മാത്രം സന്തോഷിക്കുന്നത്, അതായത് ലോകത്തിന് നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ ഒരു ചിന്തയും ശ്രദ്ധയും ഇല്ലാത്ത ആരാണോ ഉള്ളത്, അവൻ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകർ മുഴുവനും സമാധാനത്തിലാവുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.